السلام عليكم ورحمة الله. الحمد لله وصلى الله على نبينا محمد أشرف المخلوقين رحمة للعالمين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين والتابعين لهم بإحسان إلى يوم الدين. اتقوا الله يا عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ആദരണീയരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നമസ്കാരത്തിലെ ഇളവുകൾ എന്ന വിഷയമാണ് ഇന്നത്തെ ദീനീ ചർച്ചയ്ക്ക് നമ്മൾ വിഷയമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മളൊക്കെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളുമാണ്. അതിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താവുന്ന ജംഉ, ഖസ്ർ തുടങ്ങിയ നിയമങ്ങൾ, അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, അള്ളാഹു നമ്മോട് പറഞ്ഞത് അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തണം എന്നാണ്. നമ്മെ പടച്ച റബ്ബുമായിട്ടുള്ള ഹൃദയബന്ധമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഖറബു മാ യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരടിമ അവന്റെ റബ്ബിലേക്ക് ഏറ്റവും അടുത്തവനാകുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോൾ. അപ്പൊ നമ്മൾ സൃഷ്ടിച്ച റബ്ബുമായിട്ട് ഹൃദയബന്ധം സ്ഥാപിക്കുക, നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവനോട് പറയുക, അവനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അവനിലേക്ക് കാര്യങ്ങൾ അർപ്പിക്കുക. ആ നിലക്ക് അള്ളാഹുമായുള്ള ഹൃദയബന്ധമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫഇന്നക ലൻ തസ്ജുദ ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅകല്ലാഹു ബിഹാ ദറജ. നീ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരൊറ്റ സുജൂദും ചെയ്തിട്ടില്ല, റബ്ബ് നിന്റെ പദവി ഉയർത്തിയിട്ടല്ലാതെ. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു സുജൂദ് നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കൊരു പദവി ഉയരുന്നു. അത് മുഖേന അള്ളാഹു നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്നു. അപ്പം അള്ളാഹുമായിട്ടുള്ള ഹൃദയബന്ധമാണ് നമസ്കാരം. നമുക്ക് നമ്മുടെ സൃഷ്ടാവിനോട് നന്ദി ഉണ്ടെങ്കിൽ, അവനുമായി ബന്ധം സ്ഥാപിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സൃഷ്ടാവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുക, അവന്റെ മുമ്പിൽ മനസ്സും ശരീരവും കീഴ്പ്പെടുത്തുക. ആ ഇബാദത്താണ് നമസ്കാരം എന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി അയച്ചപ്പോ, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട ഒരു ജനതയുടെ അടുക്കലേക്കാണ് താങ്കൾ പോകുന്നത്. ഫൽയകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി ഷഹാദത്തൻ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ജനതയെ ഏറ്റവും ആദ്യം അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നതിലേക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്നതിലേക്കുമാണ് ക്ഷണിക്കേണ്ടത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അത് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരെ അറിയിക്കുക, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഖദ് ഇഫ്തറള അലൈഹിം ഖംസ സ്വലവാത്തിൻ, 5 നേരത്തെ നമസ്കാരം നിങ്ങളിൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അവരെ അറിയിക്കുക. ഫിൽ യൗമി വല്ലൈല, രാത്രിയും പകലുമായിക്കൊണ്ട്. അപ്പൊ ഒരു വിശ്വാസി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് നമസ്കാരം, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ് അത് എന്നും അവനുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്നും ഒക്കെ നമുക്കറിയാവുന്നത് കൊണ്ട്
ഒരു കാരണവശാലും നമസ്കാരം നഷ്ടപ്പെട്ടു പോവാതെ ആ ഇസ്ലാം പഠിപ്പിക്കുന്ന ഇളവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി അതിൽ വീഴ്ച വന്നു പോവാതെ ശ്രദ്ധിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ സമൂഹത്തില് പലരും രോഗിയാണെങ്കിൽ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ ഒക്കെ വൃത്തിയില്ല, അതല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന ദിവസങ്ങളിലൊക്കെ നിസ്കാരം ഒഴിവാക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലർന്നു കുല്ലുഹ മസ്ജിദുൻ വ തുഹൂറുൻ, ഭൂമി മുഴുവൻ വൃത്തിയുള്ളതും വൃത്തിയാക്കാനുള്ളതുമാകുന്നു. ഫൈനമ അദറകത്തുഹു സ്വലാത്തു ഫൽയുസല്ലി ഫീഹി, എവിടുന്നാണോ നിസ്കാരങ്ങൾക്ക് പിടികൂടുന്ന സമയമാകുന്ന ആ സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ചു. ഒരു വയലിൽ കിളച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവന്റെ ശരീരത്തിൽ വിയർപ്പുണ്ടാവും, ചളി ഉണ്ടാവും, അത് രണ്ടും നജസല്ല. ഒന്നുമെടുക്കാനുള്ള വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ കൈയടിച്ചുകൊണ്ട് മുഖവും കൈപ്പടവും തടവി തയമ്മും ചെയ്തുകൊണ്ട് അവന് നിസ്കരിക്കാം. അത് ഹോസ്പിറ്റലിലാണെങ്കിലും ഏതെങ്കിലും ഒഴിവുള്ള ഭാഗത്തു നിന്നുകൊണ്ട് അത് ചെയ്യാം. അപ്പൊ വൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം ഒഴിവാക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പൊ നമ്മളെ വീട്ടിലുള്ള ആ ഒരു കൃത്യമായ നീറ്റായ ഒരു അന്തരീക്ഷം എല്ലാ സന്ദർഭത്തിലും കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഭൂമി മുഴുവൻ നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ എവിടെയാണ് വൃത്തിയുള്ള സ്ഥലം അവിടേക്ക് നോക്കി നിസ്കരിക്കുക. സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ പുറത്തേക്ക് പോകാനും പള്ളിയും സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ വൃത്തിയുള്ള ഭാഗത്ത്, മാലിന്യങ്ങൾ നജസില്ലാത്ത ഭാഗത്ത് നിസ്കരിക്കാം. നമുക്കറിയാം, കാഷ്ടം, മൂത്രം, അങ്ങനത്തെ രക്തം, അങ്ങനത്തെ ഒക്കെയാണ് നജസ്, അതൊന്നും ഇല്ലാത്തടത്ത് നിസ്കരിക്കാലോ. അപ്പോ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൈദാ അമർത്തുക്കും ബി അംരിൻ ഫഅ്തു മിൻഹു മസ്തതഅ്തും, നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചാൽ നിങ്ങളെ കൊണ്ട് സാധിക്കും പ്രകാരം നിങ്ങൾ അത് ചെയ്യണമെന്നാണ്. ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടുത്തെ സാധ്യത എന്താണോ അത് ഉപയോഗപ്പെടുത്തുക. വയലിലാണെങ്കിൽ, പാടത്തിലാണെങ്കിൽ അവിടുത്തെ സാധ്യത എന്താണോ അത് ഉപയോഗപ്പെടുത്തുക. അത് ഇപ്പൊ രോഗിയായിട്ട് കിടക്കുകയാണെങ്കിൽ പോലും നമ്മൾ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, ബുദ്ധി നമുക്കുണ്ട്, ബോധം നമുക്കുണ്ട്, എങ്കിൽ നിസ്കാരം ഒഴിവാക്കാൻ അള്ളാഹു അനുവദിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രോഗിയാണ്, നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിന്ന് നിസ്കരിക്കാം. സ്വല്ലി ഖായിമൻ, നിന്ന് നമസ്കരിക്കാം. ഫഇല്ലം തസ്തതി, ഇനി നിൽക്കാൻ കഴിയില്ലെങ്കിലോ ഫഖാഇദൻ, ഇരുന്ന് നിസ്കരിക്കാം. ഫഇല്ലം തസ്തതി, ഇനി അതിനും കഴിയില്ലെങ്കിലോ ഫഅലാ ജംബിൻ, ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നുകൊണ്ട്, വലത്തോട്ട് ചരിഞ്ഞെടുത്ത് ഖിബ്ലയിലേക്ക് മുഖാക്കിക്കൊണ്ടോ, അതല്ലെങ്കിൽ മലർന്നു കിടന്നുകൊണ്ട് കൈകാലുകൾ ചലിപ്പിക്കാൻ പോലും പറ്റില്ലെങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ടോ നിസ്കരിക്കണമെന്നാണ്. അപ്പൊ അത്രക്ക് കൃത്യമായിട്ട് ബുദ്ധിയും ബോധവും ഉണ്ട്. കൈകാലുകൾക്ക് പോലും ചലനമില്ലാത്ത അവസ്ഥയാണ്, കൈകാലുകൾക്ക് പോലും ചലനമില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ബുദ്ധിയുണ്ട്, ബോധമുണ്ട്. ആ സമയത്ത് പോലും നിസ്കാരം ഒഴിവാക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് നമുക്ക് ഈ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. സുന്നത്ത് നിസ്കാരമാണെങ്കിൽ അത് ഇരുന്നു കൊണ്ട് നിസ്കരിക്കാനും റസൂലുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലാ ഖായിമൻ ഫഹുവ അഫ്ളൽ, ഒരാൾ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായത്. വമൻ സ്വല്ലാ ഖായിദൻ, ഒരാൾ ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിമ, അവൻ നിന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലമാണ്. അപ്പൊ സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നിന്ന് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അവൻ നിന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി പ്രതിഫലമാണ് ഇരുന്ന് നിസ്കരിക്കുന്നവന് എന്ന് പറഞ്ഞു. വമൻ സ്വല്ല നായിമൻ, ഒരാൾ കിടന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, ഫലഹു നിസ്ഫു അജ്രി ഖായിദ്, ഇരുന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി അവൻ ഉണ്ടാവുകയുള്ളൂ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അപ്പൊ നമ്മള് സാധിക്കുന്ന ആളുകൾക്കും നിൽക്കാൻ സാധിക്കുന്ന ആളുകൾക്കും സുന്നത്ത് നിസ്കാരമൊക്കെ ഇരുന്ന് നിസ്കരിക്കാം. പക്ഷെ പ്രതിഫലം പകുതി ഉണ്ടാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ നമുക്ക് നിൽക്കാൻ സാധിക്കില്ലെങ്കിൽ മാത്രം ഇരുന്ന് നിസ്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ കാല് മുട്ട് മടക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത്തഹിയാത്തിലൊക്കെ മാത്രം ഇരിക്കാനുള്ള പ്രയാസം കൊണ്ട് ചില ആളുകൾ കസേരയിൽ ഇരിക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. അത്തഹിയാത്തിൽ പോകുമ്പോൾ മാത്രം ഒന്നുകിൽ കസേരയിൽ ഇരിക്കുക, അല്ലെങ്കിൽ നിലത്ത് എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ലാതെ അത്തഹിയാത്തിൽ പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ
ചിലർക്ക് സുജൂദ് പോകാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം കസേരയിൽ ഇരുന്ന് നിസ്കരിക്കേണ്ടതില്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിസ്കാരത്തിന് അള്ളാഹു അനുവദിച്ച ഇളവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. ഇളവുകൾ എന്ന് പറഞ്ഞാല് ജംഅ്, ഖസ്ർ, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്, നമുക്കൊക്കെ അറിയാം. ജംഅ് എന്ന് പറഞ്ഞാല് രണ്ട് നമസ്കാരങ്ങളെ ഒരു നമസ്കാരത്തിന്റെ സമയത്ത് ചേർത്ത് നിസ്കരിക്കുന്നതിനാണ് ജംഅ് എന്നറിയാം. ജംഅ് എന്ന് പറഞ്ഞാൽ ചേർത്തു നമുക്കറിയാലോ, ഒരുമിച്ച് കൂട്ടി. രണ്ട് നിസ്കാരങ്ങൾ ഒരു നിസ്കാരത്തിന്റെ സമയത്ത് ഒരുമിച്ച് നിസ്കരിക്കുന്നതാണ് ജംഅ് എന്നറിയാം. ഖസ്ർ എന്ന് പറഞ്ഞാൽ ചുരുക്കുക എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ റക്അത്ത് ചുരുക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയാം. അപ്പൊ ജംഅ് അൽ ജംഉ ലിൽ ഹാജത്തി വൽ ഖസ്റു ലിസ്സഫരിന, യാത്രക്കാരന് മാത്രമാണ് ചുരുക്കി നിസ്കരിക്കാൻ പറ്റുക. ജംആക്കി നിസ്കരിക്കുക, ചുരുക്കി നിസ്കരിക്കുകയാണെങ്കിൽ ജംആക്കി നിസ്കരിക്കാം, ജംആക്കി നിസ്കരിക്കാൻ മറ്റേ ആവശ്യക്കാരനാണ് എന്നാണ്. ഇപ്പോ ജംആക്കി നിസ്കരിക്കുന്നത് ജമ്മു തഖ്ദീമും ഉണ്ട്, ജമ്മു തഅഖീറും ഉണ്ട്. എന്ന് പറഞ്ഞാല് ഇപ്പോ അസ്ർ നിസ്കാരത്തെ ളുഹർ നമസ്കാരത്തിന്റെ സമയത്തേക്ക് ചേർത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് ജമ്മു തഖ്ദീം എന്നാ പറയാ. ഇനി ളുഹർ നിസ്കാരത്തെ അസറിലേക്കാണ് ചേർത്ത് നിസ്കരിക്കുന്നത്, അതിന് ജമ്മു തഅഖീർ എന്നാ പറയാ. അപ്പൊ ജംഅ് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഈ രൂപത്തിൽ ജംആക്കാൻ അനുവദിച്ചിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതിന്റെ ഹദീസില് സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ-ളുഹറ വൽ അസ്റ ജമീഅൻ, റസൂലുള്ളാഹി ളുഹറും അസ്റും ഒരുമിച്ച് നിസ്കരിച്ചു. ബിൽ മദീനയിൽ ഫി ഗൈരി ഖൗഫിൻ വലാ സഫരിൻ, ഭയത്തിന്റെയോ ഭയമില്ലാത്തൊരു സാഹചര്യത്തിൽ, യാത്രയിലല്ലാതിരിക്കുന്ന ഒരു സമയത്ത്. അപ്പോ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മ ഏതാന്ന് ചോദിച്ചപ്പോൾ അസ്വലാത്തു ലി വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ജംഅ് ലിൽ ഹാജത്തി, ആവശ്യക്കാർക്ക് ജംഅ് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ഏതായാലും ഒന്നിച്ച് നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന് നിസ്സാരമായി കാണാൻ പാടില്ല. അപ്പൊ നമുക്ക് കനത്ത മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, വഴിയൊക്കെ ആകെ വെള്ളവും ചളിയും നിറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താക്കാം, ളുഹർ നിസ്കാരം ളുഹർ ആദ്യം നിസ്കരിച്ചിട്ട് ഇഖാമത്ത് കൊടുത്ത് പിന്നെ അസ്റും എന്താക്കാം, ജംആക്കി നിസ്കരിക്കാം. അതുപോലെ തന്നെ അപ്പൊ നമ്മളെ വീട്ടിലൊരു പ്രോഗ്രാം നടക്കുകയാണ്, ഒരു കല്യാണോ അതല്ലേ വീട്ടിൽ കൂടലോ, ആളുകളൊക്കെ സ്വീകരിക്കേണ്ടത് നമ്മളാണ്. ആ സമയത്ത് നമുക്ക് ളുഹർ നിസ്കരിക്കാൻ പോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, നമുക്ക് ളുഹറിനെ അസറിലേക്ക് ജംആക്കാം. അത് ജമ്മു തഅഖീർ. ഞാൻ മഴയുള്ളപ്പോൾ ജമ്മു തഖ്ദീം, മഴയുള്ളപ്പോൾ എന്നല്ല ഏത് സാഹചര്യത്തിലാണ്. അപ്പൊ നമ്മളൊരു മീറ്റിംഗ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മീറ്റിംഗ് ആണ്, ഒരു 3 മണിക്കാണ് തുടങ്ങുന്നത്. അത് മഗ്രിബൊക്കെ ആകുമ്പോൾ എന്താ പറയുക, നീണ്ടുപോകും, അതിന്റെ ഇടയ്ക്ക് നിസ്കരിക്കാൻ വരാൻ പ്രയാസമാണ്. അങ്ങനത്തെ ഒരു ഘട്ടത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ആദ്യം ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ട് ളുഹർ 4 റക്അത്ത് നിസ്കരിക്കാം, പിന്നെ ഇഖാമത്ത് മാത്രം കൊടുത്തിട്ട് അസ്റും 4 റക്അത്ത് നിസ്കരിക്കാം. ഒഴിവാക്കാൻ പാടില്ല നിസ്കാരം. അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ രൂപത്തില് മഴ ഉണ്ടെങ്കിലോ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അപ്പൊ വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിലാണ് ഇങ്ങനെ ജംആക്കുക എന്ന് പറഞ്ഞത്. എന്നാൽ യാത്രയിലാണെങ്കിൽ ജംഉം പറ്റും, അതോടൊപ്പം ഖസ്റും പറ്റും. അപ്പൊ അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആ ഖസ്റിനെ കുറിച്ച് പറയുന്നത് സദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഖ്ബിലു സദഖതഹു, അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഒരു ധർമ്മമാണ് ആ ഇളവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് സ്വീകരിച്ചു, അള്ളാഹുവിന്റെ ധർമ്മം നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അവൻ യാത്രയില് റക്അത്ത് ചുരുക്കി കൊണ്ടുകൂടി നിസ്കരിക്കുക, അത് ഖസ്ർ എന്ന് പറഞ്ഞല്ലോ. ആ ഖസ്റാക്കുക എന്നുള്ളത് അള്ളാഹ് നൽകിയൊരു ധർമ്മമാണ്, ആ സദഖ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി പറയുന്നത്. അപ്പൊ നമുക്ക് പിന്നെ ഈ യാത്രയുടെ ദൂരമൊന്നും ഹദീസിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മള് 80 മൈല് എന്നൊക്കെ പറഞ്ഞ അത് ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ യാത്രയുടെ ദൂരം പറയുന്നില്ല. ഒരു യാത്ര എന്ന് പറയാവുന്നത് ഏലും നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് നമുക്ക് എന്താക്കാം, അത് ജമ്മു ഖസ്റാക്കി നിസ്കരിക്കാം. ഇപ്പൊ യാത്രയുടെ ദൂരം എത്ര എന്ന് പറഞ്ഞില്ല എന്നത് തന്നെ അള്ളാഹുവിന്റെ ദീനാണ് ഇസ്ലാം എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. കാരണം എന്താന്ന് ചോദിച്ചാല്, ഇപ്പൊ ഒരു 80 കിലോമീറ്റർ എന്നല്ല 100 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ പോയി വരാൻ പറ്റും. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ജംആക്കേണ്ട ആവശ്യമില്ല, ജംആക്കേണ്ടതില്ല. എന്നാൽ ചിലപ്പോൾ 100 കിലോമീറ്റർ അല്ല, ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും ചിലപ്പോൾ എന്താക്കേണ്ടത്, ഇപ്പൊ അബുദാബിയിൽ ഇവിടെ പ്രോഗ്രാമിന് വരുന്ന ആൾക്കാര് അവരിവിടുന്ന് പിന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് വൈകും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്താക്കാം, മഗ്രിബിന്റെ കൂടെ ഇശ ജംആക്കാം. അവിടെ ദൂരം പ്രശ്നമില്ല. അപ്പൊ നമുക്കൊരു യാത്ര എന്ന് പറയാവുന്നതിൽ നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് എന്താക്കാം,
ദൂരം പരിഗണിക്കേണ്ടതില്ല. ഒരു യാത്ര എന്ന് പറയാവുന്നതിൽ അള്ളാഹു നൽകിയ ഇളവാണ്. അവിടെയും പിന്നെന്താണ് ആദ്യം ബാങ്കും ഇക്കാമത്തും കൊടുത്ത് ലുഹർ 2 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ ഇഖാമത്ത് മാത്രം കൊടുത്ത് അസർ 2 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെയാണ് ഖസർ. അതുപോലെ തന്നെ ഇനി അത് അസറിന്റെ സമയത്തേക്കാണ് ജമ്മു ഖസർ ആക്കുന്നതെങ്കിൽ ആദ്യം പറഞ്ഞ രൂപത്തിൽ ബാങ്കും ഇഖാമത്ത് കൊടുത്ത് ലുഹർ തന്നെയാണ് നിസ്കരിക്കേണ്ടത്, പിന്നെയാണ് അസർ നിസ്കരിക്കേണ്ടത്. ഒരു കാരണം ഈ ലുഹറും അസറും പകലത്തെ നിസ്കാരവും മഗ്രിബും ഇശാവും രാത്രിയിലെ നിസ്കാരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പകലിലത്തെ നിസ്കാരം രാത്രിയിലേക്ക് ജമ്മാക്കാൻ പറ്റുക. അസറും മഗ്രിബും തമ്മിൽ ഒരിക്കലും ജമ്മാക്കാൻ പറ്റൂല. ലുഹറും അസറും തമ്മിലും മഗ്രിബും ഇശാവും തമ്മിലേ ജമ്മാക്കാൻ പറ്റുള്ളൂ. അത് ജമ്മു തഖ്ദീം ആണെങ്കിലും ജമ്മു തഅഖീർ ആണെങ്കിലും, മുന്തിച്ച് ജമ്മാക്കാണെങ്കിലും പിന്തിച്ച് ജമ്മാക്കാണെങ്കിലും ഒക്കെ പകലത്തെ നിസ്കാരം പകലായിക്കൊണ്ടും രാത്രിയുടെ നിസ്കാരം രാത്രി ആയിക്കൊണ്ടേ ജമ്മാക്കാൻ പറ്റുള്ളൂ. കാരണം പകലിൽ ഒരു 5 മിനിറ്റ് അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നിർബന്ധമായും സമയം കണ്ടെത്തണം എന്നാ. രാത്രിയിൽ അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ സമയം നിർബന്ധമായും കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ മഗ്രിബിന് എങ്ങോട്ടാക്കാൻ പറ്റൂല. ഇശാവും മഗ്രിബും തമ്മിലും ലുഹറും അസറും തമ്മിലെ ജമ്മാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഗ്രിബും ഇശാവും തമ്മിൽ ജമ്മാക്കി നിസ്കരിക്കുമ്പോൾ മഗ്രിബിന്റെ റക്അത്ത് ചുരുക്കാൻ പാടില്ല. മഗ്രിബിന്റെ റക്അത്ത് 3 റക്അത്ത് തന്നെ നിസ്കരിക്കണം. എന്നാൽ ഇശാ 2 റക്അത്ത് നിസ്കരിച്ചാൽ 4 റക്അത്തുള്ള നിസ്കാരം മാത്രമാണ് 2 റക്അത്തായിട്ട് നിസ്കരിക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടത്തിൽ നിസ്കാരം 2 റക്അത്തായിരുന്നു. പിന്നീട് അത് യാത്രയിൽ 2 റക്അത്തായി സ്ഥിരപ്പെടുത്തുകയും അല്ലാത്ത സമയത്ത് യാത്രയിൽ 2 റക്അത്തായി സ്ഥിരപ്പെടുത്തുകയും അല്ലാത്ത സമയത്ത് 4 റക്അത്തായി നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോൾ ജമ്മും ഖസറുമായി ബന്ധപ്പെട്ട് അത്രയൊക്കെയാണ് വിശദീകരിക്കാനുള്ളത്. അപ്പൊ യാത്രാ ദൂരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ ജമ്മു തഖ്ദീം ജമ്മു തഅഖീർ പറഞ്ഞു. അപ്പൊ നമ്മൾ അത്യാവശ്യമുള്ള സമയത്തെ അത് ഉപയോഗപ്പെടുത്താവും. അപ്പൊ ഇങ്ങനെ ഒരു ജംഉൽ ഹാജത്തി എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ജമ്മാക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, അതുകൊണ്ട് ഇനി ഏതാനും പിന്നെ നിസ്കരിക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അതേസമയം ഞാൻ പറഞ്ഞു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ് ഏതാണെന്ന് ചോദിക്കുക, അസ്വലാത്തുൽ വഖ്തിഹ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ജമ്മാക്കി നിസ്കരിക്കുന്നത് നമ്മൾ അത് പരിഗണിക്കേണ്ടത്. ഖസറാക്കി നിസ്കരിക്കുക യാത്രയിലാണെങ്കിൽ നമ്മൾ എന്താക്കിയാൽ മതി, ജമ്മും ഖസറും തന്നെ അത് സ്വീകരിക്കുന്നത് സദഖയായിട്ട് അള്ളാഹു അനുവദിച്ചതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ആ സമയത്ത് തന്നെ നിസ്കരിക്കണം എന്ന് നമ്മൾ ആ ഒരു മഹത്വം ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടില്ല. കാരണം എന്ന് ചോദിച്ചാൽ സാധാരണ നിലക്ക് നമ്മൾ ഇപ്പോൾ ഒരു ജോലിയിൽ നമ്മൾ എന്തൊക്കെ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ആയാലും ഇങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ ദുഹർ അസറും ജമ്മാക്കാൻ, എന്നാ പിന്നെ അസറിന്റെ കൂടെ നിസ്കരിക്കുക, അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഒരു നിസ്സാരമായി കാണുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതിനാണ് ഞാൻ ഈ ഹദീസ് ഓർമ്മപ്പെടുത്തിയത്, അസ്വലാത്തു ലി വഖ്തിഹ, ആ നിസ്കാരം അതാതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിൽ 19 ദിവസം വരെ ഒക്കെ ജമ്മു ഖസറായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ നമ്മള് എവിടെയെങ്കിലും ഒരു വിസിറ്റിങ്ങിന് പോവാണ്, ഒരാഴ്ചത്തെ വിസിറ്റിങ്ങിനാ പോകുന്നത്, ഗൾഫ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരാഴ്ചത്തെ വിസിറ്റിങ്ങിന്. അപ്പൊ ഇവിടെ സ്ഥിര താമസാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഒരാഴ്ച ചിലപ്പോൾ 2 ആഴ്ച ആവാം, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നതാണ്. ആ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് വരെ അവർക്ക് ജമ്മാക്കാം. 19 ദിവസം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജമ്മു ഖസറായിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞ് 19 ദിവസമൊക്കെ പറ്റുള്ളൂ. പക്ഷെ റസൂലുള്ളാഹി അങ്ങനെ ദിവസം നിശ്ചയിക്കാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാം. നേരെ മറിച്ച് പ്രവാസികൾ എന്ന് പറഞ്ഞാല് അങ്ങനെയല്ല. അപ്പൊ പ്രവാസികൾ നാട്ടിൽ നിന്ന് വരുമ്പോ തന്നെ ഏതാണ്ട് ഇനി അടുത്ത കൊല്ലം പോവുള്ളൂ എന്ന് നിയ്യത്തിലാണല്ലോ പോരുന്നത്. അപ്പൊ ഇവിടെ തന്നെ താമസിക്കുക. അപ്പൊ പ്രവാസികൾക്ക് ഒരു കൊല്ലം മുഴുവൻ ഇങ്ങനെ ജമ്മു ഖസറായിട്ട് നിസ്കരിക്കാനൊന്നും വകുപ്പില്ല. അത് നമ്മൾ നാട്ടിൽ നിന്ന് പോരുമ്പോ തന്നെ എന്താണ്, ഇനി തിരിച്ചു പോകും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എന്ന നിയ്യത്തിലാണല്ലോ പോരുക. നേരെ മറിച്ച് ഒരു വിസിറ്റിങ്ങിന് വരുമ്പോ പിന്നെ എന്താണ്, ഒരാഴ്ച അല്ലെങ്കിൽ കൂടി വന്ന 2 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകും എന്നൊരു നിയ്യത്തിലാണല്ലോ വരിക. അപ്പൊ ആ നിലക്ക് എന്താവാം, ജമ്മു ഖസറായിട്ട് നിസ്കരിക്കാം വിസിറ്റിങ്ങിന്റെ കാലാവധി കഴിയുന്നവരെ. 3 മാസം വിസിറ്റിംഗ് എന്നൊക്കെ ഉദ്ദേശിച്ച് വരുന്ന ആളുകൾ 3 മാസം ഇവിടെ താമസിക്കുക എന്നുള്ള നിയ്യത്ത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അത് പറ്റൂല എന്നാ പറഞ്ഞത്. പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ എന്റെ അഭിപ്രായം പറയല്ല, പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ 3 മാസത്തെ വിസിറ്റിംഗ് എന്ന് പറഞ്ഞു വരുമ്പോൾ 3 മാസം ഇവിടെ താമസിക്കണം എന്ന നിയ്യത്തിൽ തന്നെയാണ് വരുന്നത്. അതുപോലല്ല ഞാനൊന്ന് അവിടെ പോയിട്ട് ഇന്ന് ആവശ്യം നിർവഹിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോരും എന്ന നിയ്യത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെ നിയ്യത്തിൽ വരുമ്പോൾ എന്താവാം, പിന്നെ ജമ്മു ഖസറായിട്ട് നിസ്കരിക്കാന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മള് ഈ യാത്രയില് നമ്മള് പിന്നെ നാട്ടിൽ താമസിക്കുന്ന ഇമാമിനെ തുടർന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ
ഇമാമ് 4 റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ ലുഹറിന്റെ കൂടെ, അപ്പൊ നമ്മളൊരു യാത്ര പുറപ്പെടുകയാണ്, ലുഹർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നാട്ടിലെ ലുഹറിന് ഇമാമിന്റെ കൂടെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ ഇമാമിന്റെ കൂടെ 4 റക്അത്ത് പൂർത്തിയാക്കി തന്നെ നിസ്കരിക്കണം. പിന്നെ ഇഖാമത്ത് മാത്രം കൊടുത്തിട്ട് അസ്ർ 2 റക്അത്തും കൂടി ആക്കി ജമാക്കി നിസ്കരിച്ചാൽ മതി. നാട്ടിൽ ഉള്ള ഇമാമിനെ തുടരുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ആ ജമാഅത്ത് കഴിഞ്ഞിട്ട് നമ്മൾ യാത്രക്കാർ മാത്രം 2-2 നിസ്കരിക്കുന്നതിനും എന്താണ് ഏറ്റവും നല്ലത്. നാട്ടിലെ ഇമാമിനെ തുടരുകയാണെങ്കിൽ അത് പൂർത്തിയാക്കി നിസ്കരിക്കണം എന്ന് നാഫിഅ കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇദാ സല്ലല്ലാ മഅൽ ഇമാമി സല്ലഹാ അർബഅൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇമാമിനെ തുടർന്നാണ് നിസ്കരിക്കുന്നത് 4 റക്അത്ത് നിസ്കരിക്കേണ്ടായിരുന്നു. വൈദാ സല്ലല്ലാ വഹദഹു സല്ലഹാ റക്അത്തൈനി. ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ 2 റക്അത്ത് ആയിക്കൊണ്ട് യാത്രയിൽ നിസ്കരിക്കാറുണ്ട്. അപ്പൊ നാട്ടിലെ ഇമാമിനെ തുടർന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്ത് പൂർത്തിയാക്കി നിസ്കരിക്കണം. അപ്പൊ ജമ്മും ഖസറായിട്ട് ബന്ധപ്പെട്ട് അത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. അത് നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഏതാണ്ട് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്ഥിരം യാത്രയിലൊക്കെ ആയ ആൾക്കാരായതുകൊണ്ട് അത്യാവശ്യമൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അത് സംശയം ഉണ്ടാവില്ല വിചാരിക്കാം. ഇനി അടുത്തത് ഞാൻ വിശദീകരിക്കാൻ, ജമ്മും ഖസറും കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസിബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അൻ അമലിഹി സ്വലാത്തുഹു. ഒരടിമ പരലോകത്തെത്തിയാൽ ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുക അവന്റെ നമസ്കാരത്തെ കുറിച്ചാണ്. ഫഇൻ സ്വലഹത്ത് ഫഖദ് അഫ്ലഹ വ അൻജഹ. അത് കൃത്യമായി ശരിയായി കഴിഞ്ഞാൽ അവൻ വിജയിച്ചു, അവൻ രക്ഷപ്പെട്ടു. വഇൻ ഫസദത്ത്, ഇനി അത് കുഴപ്പത്തിലായാൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ നഷ്ടത്തിലായി, പരാജിതനായി. ഫഇനിൻ തഖസ മിൻ ഫരീളത്തിഹി, അവന്റെ ഫർളിൽ വല്ല ന്യൂനതയും വന്നു പോയാൽ ഖാല റബ്ബ് പറയും, അസ്സ വജല്ല, ഉന്നതനും പ്രതാപമാനുമായ റബ്ബ് പറയും, ഉൻദുറൂ ഹൽ ലി അബ്ദി മിൻ തതവ്വുഇൻ. നമ്മൾ ഫർള് നിസ്കാരത്തിന് ഓരോ ദിവസത്തെ നിസ്കാരം കൃത്യമായിട്ട് റബ്ബിന്റെ മുമ്പിൽ കണക്ക് വരുമല്ലോ, വിചാരണക്ക് വരുമല്ലോ. ഞാൻ മുമ്പൊക്കെ പലപ്പോൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വക്ത് നമ്മൾ നിസ്കാരം ഒഴിവാക്കിയാൽ അതെന്തിനൊഴിവാക്കി എന്ന് റബ്ബിനോട് സമാധാനം പറയണം. ഉറങ്ങിപ്പോയവനും മറന്നു പോയവനും എപ്പോഴാണോ ഉറക്കം എഴുന്നേൽക്കുന്നത് അപ്പം നിസ്കരിക്കണം. മറന്നു പോയവനാണെങ്കിൽ എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പം നിസ്കരിക്കണം. സാധാരണയായിട്ട് നിസ്കാരം പതിവായി നിസ്കരിക്കുന്ന ഒരാള് ഒരു ദിവസം ഏതെങ്കിലും ഒരു വക്ത് മറന്നു പോയാൽ അത് ഓർമ്മ വരുമ്പോൾ നിസ്കരിച്ചാൽ മതി. നേരെ മറിച്ച് തീരെ നിസ്കരിക്കാതെ അത് പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരാള് അത് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഓരോ ഡേറ്റ് ഇട്ടിട്ട് ളുഹർ അസ്ർ മഗ്രിബ് ഇശാ സുബഹ് എന്ന് പറഞ്ഞ ഇങ്ങനെ നിസ്കരിച്ചാൽ പോരാ. അത് തൗബ ചെയ്തിട്ട് അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങിയ പിന്നെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാന്നുള്ളതല്ലാതെ പണ്ട് കാലം കൊല്ലങ്ങളോളം കഴിഞ്ഞു പോയ ഫർളെല്ലാം കൂടി ഒന്നിച്ച് ഖളാ വീട്ടാനൊന്നും പിന്നെ പറഞ്ഞിട്ടില്ല. മാത്രല്ല, ഒരാൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതിനു മുമ്പുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. തൗബ ചെയ്ത് കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതുകൊണ്ട് ഇപ്പോ കുറെ കാലം നിസ്കരിക്കാതെ അങ്ങനെ നടന്നു, പിന്നെ ഒരു കാലത്ത് നിസ്കാരത്തെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു ബോധം ഉണ്ടായി, അങ്ങനെ വന്നാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ കുറെ കൊല്ലത്തെ ഓരോ ദിവസത്തെ ഇങ്ങനെ ഡേറ്റ് ഇട്ട് നിസ്കരിക്കൊന്നും വേണ്ട. അത് തൗബ ചെയ്യാ, പിന്നെ സൽക്കർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിച്ചാൽ മതി എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നേരെ മറിച്ച് പതിവായിട്ട് നിസ്കരിക്കുന്ന ഒരാള് ആ നിസ്കാരത്തിൽ ഒരു സമയം ഒരു സുബഹി അല്ലെങ്കിൽ ഒരു അസർ എന്തെങ്കിലും ജോലിയിലായിട്ട് നിസ്കരിച്ചില്ലല്ലോ, മറന്നുപോയി, പിന്നെ രാത്രി ആയപ്പോഴാണ് ഓർമ്മ വന്നത് എന്ന് അസർ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ആ സമയത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടിയാൽ മതി. അതാണ് പിന്നെ റുഫിഅൻ ഉമ്മത്തി അൽ ഖത്വ വൻ നിസ്യാൻ എന്നുള്ള മറവിയും അതുപോലെ തന്നെ അബദ്ധവും എന്റെ ഉമ്മത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഉറക്കിലാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ഒരു യാത്രയില് സുബഹി സഹാബത്തിനോട് പിന്നെ എല്ലാവരോടും റസൂലിനോടൊക്കെ ഉറങ്ങിപ്പോയി. ബിലാൽ റളിയല്ലാഹു അൻഹു ഞാൻ വിളിച്ചു വന്ന പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോയി. അങ്ങനെ സൂര്യപ്രകാശം അവരെ ശരീരം വന്ന് തട്ടിയപ്പോഴാണ് അവര് എഴുന്നേൽക്കുന്നത് സുബഹിക്ക്. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിയാൽ പോലും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം സൂര്യൻ ഉദിച്ചതും നേരം വെളുത്തൊന്നും, സൂര്യൻ ഉദിച്ച് ശരീരത്തിൽ വെയിൽ തട്ടിയപ്പോഴാണ് റസൂല് പോലും അറിയുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ആ എഴുന്നേറ്റ സമയത്ത് അവിടുന്ന് നിസ്കരിച്ചു എന്ന് ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പിന്നെ ആ രൂപത്തിൽ ഉറങ്ങിപ്പോയാൽ എഴുന്നേൽക്കുമ്പോൾ നിസ്കരിച്ചാൽ മതി, മറന്നു പോയാൽ ഓർമ്മ വരുമ്പോൾ നിസ്കരിച്ചാൽ മതി. അതാണ്. ഇനി എന്താ പറഞ്ഞ ഫരീളത്തിഹി, അവന്റെ ഫർളിൽ വല്ല ന്യൂനതയും സംഭവിച്ചു പോയാൽ
കാല കാല റബ്ബു അസ്സ വജല്ല, ഉന്നതനും പ്രതാപവാനുമായ റബ്ബ് പറയും, ഉൻദുർ ഹല്ലി അബ്ദി മിൻ തത്തവ്വുഇ, നിസ്കാരത്തിൽ ഫർളിൽ വല്ല തകരാറും വന്നു, ചിലപ്പം വേറെ പട്ടം പറത്തിക്കൊണ്ട് ഏതോ ലോകത്ത് അതിനും സലാം വീട്ടുമ്പോൾ ഓർമ്മ വന്ന് നിസ്കാരത്തിലായിരുന്നു, അങ്ങനെയൊക്കെ ചിലപ്പം പലർക്കും സംഭവിക്കുമല്ലോ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അള്ള പറയും നാളെ പരലോകത്ത്, അവന് സുന്നത്തുണ്ടോന്നു, ഹല്ലി അബ്ദി മിൻ തത്തവ്വുഇ, എന്റെ അടിമ സുന്നത്ത് വല്ലതും ചെയ്തിട്ടുണ്ടോ നോക്ക്, ഫയുക്മിൽ ബിഹാ മാ ഇൻതഖസ മിനൽ ഫരീള, എന്നിട്ട് അവന് തകരാറ് വന്നത് ആ സുന്നത്ത് കൊണ്ട് പരിഹരിക്കൂ എന്ന് അള്ളാഹു പറയും. സുമ്മ യകൂനു സായിറ അമലിഹി അലാ ദാലിക, അതുപോലെ തന്നെ എല്ലാ കർമ്മങ്ങളും ഇങ്ങനെ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ സുന്നത്തിനെ നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. സുന്നത്ത് എന്ന് പറഞ്ഞാല് ചെയ്താൽ പ്രതിഫലമുള്ളത്, ഉപേക്ഷിച്ചാൽ കുറ്റല്ലാത്തത് എന്ന നിലക്ക് കാണരുത് നമ്മൾ. സുന്നത്തൊക്കെ അള്ളാഹുവിന്റെ റസൂല് പതിവായിട്ട് നിസ്കരിച്ച സുന്നത്ത്, അതൊക്കെ ആ പ്രാധാന്യത്തോടു കൂടി തന്നെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാ, കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ രാത്രി താമസിച്ചു. ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതി, റസൂലുള്ളാഹിന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ നിർവഹിച്ചു കൊടുക്കുകയും റസൂലിന് wudu ചെയ്യാനുള്ള വെള്ളം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഫഖാല ലി, റസൂൽ എന്നോട് പറഞ്ഞു, സൽ, നിനക്ക് എന്താ ആവശ്യമുള്ളത് വെച്ചാൽ ചോദിച്ചോന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലെ താങ്കളോടൊപ്പം സ്വർഗത്തില് താങ്കളുടെ റഫീഖ് ആയിക്കൊണ്ട്, സഹവാസി ആയിക്കൊണ്ട്, കൂട്ടുകാരനായിക്കൊണ്ട് എനിക്ക് കഴിയണം എന്ന് പറഞ്ഞു. കാല, അപ്പൊ റസൂൽ ചോദിച്ചു, അബ ഖൈറ ദാലിക, അതല്ലാത്തതൊന്നും ചോദിക്കാനല്ലേ? കുൽത്തു, ഞാൻ പറഞ്ഞു, ഹുവ ദാക്കല്ലേ, അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ. കാല, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, അതിന് നീ എന്നെ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. ഈ ഹദീസ് നമ്മൾ പറയുമ്പോൾ സാന്ദർഭികമായിട്ടൊരു കാര്യം ശ്രദ്ധപ്പെടുത്തുകയാണ്. പിന്നെ മരണപ്പെട്ടു പോയ ആളുകളോട് തേടാൻ പ്രവാചകന്മാരുടെയോ റസൂലിന്റെയോ സഹാബത്തിന്റെയോ മാതൃകയിൽ ഒരു മാതൃകയും സ്ഥിരപ്പെട്ടതായിട്ട് വന്നിട്ടില്ല. പ്രവാചകന്മാരുടെ മാതൃകയിലൊന്നുമില്ല, ഖുർആൻ അങ്ങനെ പറയുന്നില്ല, ഒരു തെളിവുമില്ല. അപ്പോ പിന്നെ കിട്ടുന്ന എന്ത് പുൽക്കൊടിയും പിടിച്ചിട്ട് അതൊക്കെ മരിച്ചവരോട് തേടാൻ തെളിവാക്കുന്ന ഒരു സമൂഹം നമ്മളെ ഇടയിലുണ്ട്. അവര് പറയുന്ന ഒരു തെളിവാണിത്. റസൂലിനോട് ഇവിടെ എന്താ റബിയ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, താങ്കളോടൊപ്പം സ്വർഗത്തിൽ സഹവാസം ഞാൻ ചോദിക്കുന്നു. അപ്പൊ സ്വർഗത്തില് സ്വർഗത്തിൽ എന്നെ ആക്കണമെന്ന് പ്രാർത്ഥിക്കല്ല ചെയ്തത്, റസൂലിനോട് സ്വർഗത്തിൽ താങ്കളുടെ സഹവാസം തരണമെന്ന് ചോദിക്കാമല്ലോ. അസ്അലുക, താങ്കളോട് ഞാൻ ചോദിക്കുന്നു, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിലെ സഹവാസം. അപ്പൊ റസൂലിനോട് സ്വർഗത്തിലെ സഹവാസം ചോദിച്ചില്ലേ? അപ്പം പിന്നെ റസൂലിനോട് ചോദിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ എന്താണ്, സ്വർഗം റസൂലിനോട് ചോദിക്കാം, അത് ജീവിതകാലത്തും ചോദിക്കാം, മരണശേഷവും ചോദിക്കാം, അങ്ങനെ മഹാന്മാരോട് തേടുന്നതിന് തെറ്റില്ല എന്ന് ന്യായീകരിക്കാം. നോക്കൂ, അത് ഒരു തെളിവും കിട്ടാത്തതുണ്ട് ലോകത്ത്. ഒന്നാമത്തെ സഹാബത്തിനൊന്നും ഇത് മനസ്സിലായിട്ടില്ല. എന്ത്? അത് റസൂലിനോട് ജീവിതകാലത്തും മരണശേഷവും സ്വർഗം ചോദിക്കാനുള്ള തെളിവാണ്. മാത്രമല്ല, ഇദ്ദേഹം താങ്കൾക്ക് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം റസൂലിനോട് പറഞ്ഞു, അത്രേ ഉള്ളൂ, എനിക്ക് താങ്കളോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കണം എന്ന് പറഞ്ഞു. അതിന് റസൂൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വർഗം തന്നിരിക്കുന്നു എന്ന് അറിയാല്ലേ, നീ എന്നെ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക, എന്നാ എന്റെ സ്വർഗത്തിൽ എന്റെ കൂടെ എത്താന്നാ പറയാ ചെയ്ത്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ എന്താ അറിയോ, ഇത് അങ്ങനെ തെളിവ്, ഇത് റസൂലോ സഹാബത്തോ താബികളോ മുൻഗാമികളോ ആരെങ്കിലും മരണപ്പെട്ടവരോട് തേടാന് റസൂലിനോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് റസൂലിന്റെ കാലശേഷം റസൂലിനോട് അങ്ങനെ സ്വർഗം ചോദിക്കാം, നരകത്തിൽ രക്ഷ തേടാം, അല്ലെങ്കിൽ നമ്മൾ ആവശ്യങ്ങൾ ചോദിക്കാം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. നമ്മളെ ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ഫിത്നയിൽ അകപ്പെടുത്തപ്പെട്ട പണ്ഡിതന്മാര് അവര് തെളിവുണ്ടാക്കുകയാണ്, ഇങ്ങനെ ഓരോന്ന് തെളിവ്. അതുപോലെ തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നിസ്കരിക്കാൻ നിന്നപ്പോ റസൂലിന്റെ മുമ്പില് കുതിരയുടെ ചിത്രമുള്ള ഒരു വിരി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിയുടെ മുഖം ചുവന്നു. എന്നിട്ട് അപ്പൊ ആയിഷാബി ചോദിച്ചു, മാതാ അദ്നബ്തു യാ റസൂലല്ലാഹ്, എന്ത് തെറ്റാ റസൂലെ ഞാൻ ചെയ്തത്? ഇനി അത്തൂബു ഇലല്ലാഹി വ റസൂലിഹി, ഞാൻ അള്ളാഹിനോടും റസൂലിനോടും മാപ്പി ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത്തൂബ് പറഞ്ഞ വാക്കിന് അർത്ഥം അങ്ങനെയാണ്. അപ്പൊ അത് ആ ഒരു സന്ദർഭത്തിൽ ആയിഷാ ബീവി പറഞ്ഞതാ, റസൂൽ ഇങ്ങനെ ഈ കുതിരയുടെ ചിത്രമുള്ള റസൂൽ എന്റെ നിസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റിപ്പോയി ഈ ചിത്രം കണ്ടിട്ട് എന്ന് പറഞ്ഞ് ദേഷ്യം മുഖം ചുവന്നപ്പോ അള്ളഹാനോട് റസൂലിനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു എന്ന് പറഞ്ഞ വാക്ക്, അത് പിന്നെ റസൂലുള്ളാഹിനോട് തേടാൻ തെളിവ്. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് അത്. അതും റസൂലുള്ളാഹിനോട് തേടാൻ തെളിവായിട്ട് പറയാം.
അത് നോക്കുന്ന ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരാ. ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ ഉത്തമ നൂറ്റാണ്ടിലെ റസൂലോ സഹാബത്തോ താബിയങ്ങളോ ആ ഉത്തമ നൂറ്റാണ്ടുകാരോ മുൻഗാമികളായ മദ്ഹബിന്റെ ഇമാമിങ്ങളോ അവരാരും അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് റസൂലിനോട് തേടാമെന്ന് പറയുന്നില്ല. കാരണം അത് ആ സന്ദർഭത്തില് റസൂലിനോട് എന്തോ തെറ്റിച്ച് റസൂലിന് മുഖം ചോന്ന് ദേഷ്യം കൊണ്ട് മുഖം ചോന്നപ്പോ റസൂല് ഞാനെന്ത് തെറ്റ് ചെയ്തു പോയി, റസൂലിനോട് മാപ്പി ചോദിക്കുന്നു, അള്ളാഹിനോട് തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു സന്ദർഭം, അതും ഇങ്ങനെ പറഞ്ഞിട്ട് മരിച്ചവരോട് തേടാൻ തെളിവാക്കുക. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഈ മരണപ്പെട്ടവരോട് തേടാനുള്ള തെളിവാക്കിക്കൊണ്ട് ഇത്തരം പുൽക്കൊടികൾ വേറെ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കണം. ഇവിടെ പിന്നെ താങ്കളോട് സ്വർഗത്തിൽ സഹവാസം ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോ റസൂല് പിന്നെ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞത് നമ്മള് പിന്നെ ഈ നമുക്ക് തോന്നിയ രൂപത്തിൽ സുജൂദ് മാത്രം ചെയ്യാൻ വേണ്ടി അല്ലാതെ അത് റസൂല് പഠിപ്പിച്ച കുറെ സുന്നത്തായ നിസ്കാരങ്ങളുണ്ടല്ലോ, അത് രാവും പകലും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതിൽ അധികം ഉണ്ട്. നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതിൽ അധികം ഉണ്ട്. റസൂലിനെ പഠിപ്പിച്ച സുന്നത്ത് തന്നെ, സുന്നത്ത് സ്ഥിരപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ തന്നെ. ആ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം സുന്നത്ത് നിസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നെ ഖിയാമുൽ ലൈല്. റസൂലുള്ളാഹി പറയാ അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. ഫർള് നിസ്കാരത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വലാത്തുൽ ലൈൽ, ഖിയാമുൽ ലൈലാണ്. അതുകൊണ്ട് തന്നെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഫർളായിരുന്നു. സൂറത്ത് ഇസ്രായിൽ നമുക്ക് കാണാം, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക. രാത്രിയിൽ താങ്കൾ ഉറക്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക, അത് നാഫിലത്തല്ലക്ക, താങ്കൾക്ക് വർധനവായിക്കൊണ്ട്. റസൂലുള്ളാഹിക്ക് 5 വക്ത് നിസ്കാരത്തിന് പുറമെ നിർബന്ധമായിരുന്നു ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. ഈ അതിന്റെ സമയം ഇശാ നമസ്കാരത്തിന് ശേഷം സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ അതിനിടയിലുള്ള സമയമാണ് ഖിയാമുൽ ലൈലിന്റെ സമയം. അത് ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ രാത്രി നിസ്കാരം എന്നാണ്. അത് നമ്മള് 11 റക്അത്ത് വരെ നിസ്കരിക്കാം. ഈ രണ്ട് റക്അത്ത് ആയതുകൊണ്ട് 11 റക്അത്ത് വരെ നിസ്കരിക്കാം. അവസാനത്തിൽ ഒറ്റയായിരിക്കണം. അപ്പൊ അവസാനത്തിൽ ഒറ്റയാക്കി നിസ്കരിക്കുന്നതുകൊണ്ട് അതിന് എന്ത് പേര് വന്നു? വിത്ർ എന്ന് പേര് വന്നു. അപ്പൊ ഖിയാമുൽ ലൈലിന് തന്നെയാണ് വിത്ർ എന്ന് പറയുന്നത്. പിന്നെ അത് ഉറങ്ങി ക്ഷീണം മാറ്റി ഉറക്കം എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനാ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഖുർആനൊക്കെ അങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ട് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ള അർത്ഥം തഹജ്ജുദ് എന്ന വാക്കും അതേ നിസ്കാരത്തിന്റെ പേരാണ്. അപ്പൊ ഖിയാമുൽ ലൈല് രാത്രി നിസ്കാരം, വിത്ർ അവസാനത്തിൽ ഒറ്റയാക്കി നിസ്കരിക്കുക, തഹജ്ജദ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതുകൊണ്ട് തഹജ്ജുദ് എന്ന് പേര് വന്നു. അതുപോലെ തന്നെ റമളാൻ അല്ലാത്ത കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടില്ല. റമളാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി ഓതിക്കൊണ്ട് ദീർഘമായി വിശ്രമിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ തറാവീഹ് എന്ന വാക്കിനർത്ഥം വിശ്രമങ്ങൾ എന്നാ. അപ്പൊ റമളാനിൽ അത് ജമാഅത്തായി നിസ്കരിക്കുന്നതുകൊണ്ട് തറാവീഹ് എന്ന് പേര് വന്നു. ഇപ്പൊ നമുക്ക് ബുഖാരിന്റെ ഒക്കെ ഹദീസില് ഖിയാമുൽ ലൈല്, വിത്ർ, തഹജ്ജുദ് എന്നൊക്കെ ഹെഡിങ് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ അധ്യായം കൊടുത്തിട്ട് ഉദ്ധരിക്കുന്ന ഹദീസൊക്കെ ഒരേ ഹദീസാണ്. നമുക്ക് ബുഖാരിയൊക്കെ മറച്ചു നോക്കാം. ഇവിടെ കണ്ട് നമ്മളെ ലൈബ്രറിയിലൊക്കെ ഉണ്ടല്ലോ ബുഖാരി, അങ്ങനെ കാണുമ്പോൾ ഒന്ന് മറച്ചു നോക്കിയാൽ മതി. നമ്മള് ഇങ്ങനെ കാണാം, നമുക്ക് എല്ലാം ഒരേ ഹദീസുകളാണ്. അപ്പൊ ഇതൊക്കെ ഒരേ പേര് അറിയപ്പെടുന്ന ഒരു നിസ്കാരം തന്നെയാണ്. അപ്പം ഫർള് നിസ്കാരത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ് ഖിയാമുൽ ലൈൽ എന്നത്. പിന്നെ ഖുർആന് അല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, അവര് ഇബാദുർ റഹ്മാൻ പരമകാരുണികനായ അള്ളാഹുവിന്റെ ദാസന്മാരുടെ വിശേഷണം പറഞ്ഞപ്പോ പറഞ്ഞു അവര് രാത്രിയിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടും നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ട് കഴിച്ചുകൂട്ടുന്നവരാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് വിശ്വാസികളുടെ ഗുണം പറഞ്ഞു, വകാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. വകാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ വളരെ കുറച്ച് മാത്രം ഉറങ്ങുന്നവരാണ് അവർ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാകുന്നു. അപ്പൊ ആ സമയം പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ സമയം രാത്രിയുടെ 1/3 അവസാനത്തെ 1/3 സമയമാണ് ആ സമയം. അത് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വ മുഖീല, തീർച്ചയായും രാത്രിയിൽ ഉറക്കം എഴുന്നേൽക്കുക എന്നുള്ളത് ഹിയ അശദ്ദു വത്അൻ, മനസ്സ് പറയുന്ന കാര്യം മനസ്സാന്നിധ്യത്തോടു കൂടി പറയാൻ ഏറ്റവും നല്ല സമയമാണ്. വഅഖ്വ മുഖീല, പറയുന്ന കാര്യങ്ങൾ ഏറ്റവും കൃത്യമാവാൻ നേരെ ആവാൻ ഏറ്റവും നല്ല സമയം അതാണ് രാത്രി എഴുന്നേറ്റുള്ള സമയമെന്ന്.
അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാം, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറയുന്നതിനെ വ്യാപിപ്പിക്കണം. നിങ്ങൾ ഭക്ഷണം നൽകണം. ദാരിദ്ര്യമുള്ള പട്ടിണിയുള്ള സമയത്ത് ആളുകൾക്ക് ഭക്ഷണം നൽകണം. വസ്വല്ലൂ ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. എങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന്. അപ്പം രാത്രി നിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അതിന്റെ അവസാനത്തെ 1/3 അവശേഷിക്കുന്ന സമയത്താണ്. എന്നാൽ ഇശാ നമസ്കാര ശേഷം ഉറങ്ങിയാൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് അത് ഇശാ നമസ്കാരം ശേഷം നിർവഹിക്കാം. ഇപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലെ, ഞാൻ ചിലപ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കാതെ പോവാറുണ്ട്, അപ്പൊ ഞാൻ ഇശാക്ക് ശേഷം നിസ്കരിക്കാം. റസൂൽ പറഞ്ഞു ഇശാക്ക് ശേഷം നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പൊ ഇശാക്ക് ശേഷം നിസ്കരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി മാ അദ്വമ സ്വാഹിബുഹു വഇൻ ഖല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഒരു അടിമ അവൻ പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. അത് വളരെ കുറവാണെങ്കിലും ശരി. ഇപ്പൊ നമുക്കൊരു 3 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. പതിവായിട്ട് ഒരു 3 റക്അത്ത് 3 റക്അത്ത് മതി. അതാണ് അഹബ്ബുൽ അഅമാലിൽ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു അടിമ പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഇത് ഇബാദത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതൊരു ശാസ്ത്രീയമായ കാര്യമാണ്. ഈ അഹബ്ബുൽ അഅമാലിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു അടിമ അവൻ പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്നാണ്. അപ്പൊ നമുക്ക് സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കാൻ പ്രയാസമാണെന്ന് തോന്നുക, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് തോന്നുക, അങ്ങനെയാണെങ്കിൽ ഇശാക്ക് ശേഷം എന്താവുക, പതിവായിട്ട് 3 റക്അത്ത് നിസ്കരിക്കുക, 3 റക്അത്ത് നിസ്കരിക്കുക. ഇനി 5 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ 5 റക്അത്ത് നിസ്കരിക്കുക. 2ഉം 2ഉം 1 ആയിട്ട്, അവസാനത്തിൽ ഒറ്റ ആയിരിക്കണം. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരടിമ പതിവായിട്ട് ചെയ്യുന്ന, ഇപ്പൊ ഒരു ദിവസം കുറെ കൂടുതൽ അങ്ങോട്ട് നിസ്കരിച്ച് പിന്നെ പിറ്റേ ദിവസം തീരല്ല, പിന്നെ കുറെ കൂടുതൽ അങ്ങോട്ട് നിസ്കരിച്ച് പിറ്റേ ദിവസം, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇത് ബാധകമാണ്. ഇപ്പൊ നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ ഒരു ദിവസം കുറെ കൂടുതൽ ഓടുകയും ചാടുകയും എക്സർസൈസ് ചെയ്ത് പിറ്റേന്നും പിന്നെ കുറച്ച് ചെയ്തില്ല, പിന്നെ കുറെ ചെയ്ത്, അത് ശരീരത്തിന് ദോഷമാണ് ചെയ്യാന്നാ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിന്റെ കാര്യവും. ഭക്ഷണം ഇപ്പൊ ചില സമയത്ത് കുറെ കൂടുതൽ അങ്ങോട്ട് അടിച്ചു കയറ്റി, എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ കുറെ കൂടുതൽ അങ്ങോട്ട് അടിച്ചു കയറ്റി, അതുകൊണ്ട് യാതൊരു ഗുണവും ശരീരത്തില്ല, ദോഷം മാത്രമേ ഉള്ളൂ എന്നാ. കഴിക്കുമ്പോൾ എപ്പോ ഒരുപോലെ കഴിക്കുക, അത് തന്നെ സമയം പാലിച്ചുകൊണ്ട് കഴിക്കുക. ഇതൊക്കെ വളരെ കൃത്യമായ ഒരു ശാസ്ത്രീയമായ ഒരു കാര്യമാണ്. ഇത് ഇബാദത്തിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പോലും ഭൗതിക ജീവിതത്തിൽ ഈ ചിട്ട പാലിക്കേണ്ടുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം മാ അദ്വമ സ്വാഹിബു, അവൻ അത് ചെയ്യുന്ന ആള് പതിവായി ചെയ്യുന്നതാണ് എന്ന്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സുബഹിന്റെ മുമ്പ് ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ എഴുന്നേൽക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഹൈർ അതാണ്. കാരണം അതാണ് ഏറ്റവും അഫ്ളലായ സമയം ഖുർആൻ പറയുന്നത്. നമ്മളെ മനസ്സ് ഏറ്റവും അത് തന്നെ ഒരു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മങ്ങിയ ഇരുട്ടത്തെ റസൂൽ, മങ്ങിയ വെളിച്ചത്തിലാണ് റസൂൽ നിസ്കരിച്ചത്. കാരണം റസൂൽ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ആയിഷ ബീവി റസൂലിന്റെ മുമ്പിലേക്ക് കാല് നീട്ടും. അപ്പൊ റസൂൽ നിസ്കരിക്കുമ്പോൾ സുജൂദ് പോകുമ്പോൾ കാല് ഇങ്ങനെ നുള്ളും പിച്ചും, ആ കാര്യം വലിക്കും ആയിഷ ബീവി. അന്നേരം ആയിഷ ബീവി പറയുന്നത് ഞങ്ങളെ വീട്ടിൽ അന്ന് വിളക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ പൊതുവെ ഒരു മങ്ങിയ വെളിച്ചത്തിലൊക്കെ, മങ്ങിയ വെളിച്ചത്തിലാവണമെന്ന് ഹദീസിൽ നിർദ്ദേശമൊന്നുമില്ല, അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോ ഒരു കത്തി ജ്വലിക്കുന്ന വെളിച്ചത്തിൽ നിൽക്കുന്നേക്കാൾ ഒരു മങ്ങിയ വെളിച്ചത്തിലാവുമ്പോൾ കൂടുതൽ ഒരു ഭക്തി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ആ ഹദീസിന് മനസ്സിലാവുന്നു. അങ്ങനെ ഒരു നിർദ്ദേശമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഏതായിരുന്നാലും സുബഹിക്ക് മുമ്പ്, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അലൈക്കും ബി ഖിയാമിൽ ലൈൽ, നിങ്ങൾ ഖിയാമുൽ ലൈൽ നിസ്കരിക്കണം. ഫഇന്നഹു ദഅബു സ്വാലിഹീൻ, അത് സാലിഹീങ്ങളുടെ പതിവാണ്. ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ. വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് ഏറ്റവും അടുക്കാൻ നല്ല മാർഗമാണത്. വ മുകഫിറത്തുൽ ലിസ്സയ്യാത്തി, നിങ്ങളുടെ പാപങ്ങളെ ഒക്കെ മായ്ച്ചു കളയുന്നതാണത്. വ മൻഹാത്തുൽ ലിൽ ഇസ്മി, എല്ലാ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ തടയുന്നതാണത്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് കാണാം, റസൂലുള്ളാഹി പറയാ, റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യൻ അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ. റസൂലുള്ളാഹി പറയാ, ഖാമ മിനൽ ലൈൽ, അവൻ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചു. ഫസ്വല്ല, അവൻ നിസ്കരിച്ചു. വഅയ്ഖദ, അവൻ ഇമ്രാഅതഹു, അവന്റെ ഭാര്യയെ വിളിച്ചുണർത്തി. ഫസ്വല്ലത്ത്, അവളും നിസ്കരിച്ചു.
ഫൈൻ അബത്ത്, ഇനി അവൾ അതിന് വിസമ്മതിച്ചാൽ നളഹ, അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞു, ഫി വജിഹിയ, മുഖത്ത് വെള്ളം കുടഞ്ഞു, റഹിമ. അപ്പോ പിന്നെ ഒരു പുരുഷൻ, അള്ളാഹ് റസൂല് പറയാ, ഒരു പുരുഷൻ അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ, അവൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയും അവന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയും ഇനി ഭാര്യ എഴുന്നേൽക്കാൻ വിസമ്മതിപ്പിച്ചാൽ പിന്നെ അവളെ മുഖത്ത് വെള്ളം കുടയുകയും ചെയ്തിട്ട് അങ്ങനെ നിസ്കരിക്കുന്ന ഒരു പുരുഷൻ അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. അതുപോലെ തന്നെ നേരെ തിരിച്ചു റസൂലുള്ള പറഞ്ഞു, റഹിമല്ലാഹു ഇമ്രഅത്തൻ, ഒരു സ്ത്രീക്ക് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. ഖാമത്ത് മിനല്ലൈലി, അവൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു, ഫസല്ലത്ത്, ഖാമത്ത് മിനല്ലൈലി, രാത്രിയിൽ നിന്ന് എഴുന്നേറ്റു, ഫസല്ലത്ത് നിസ്കരിച്ചു, ഐഖളത്ത് സൗജഹ, ഭർത്താവിനെ വിളിച്ചോണ്ടി, ഫസല്ല, അദ്ദേഹം നിസ്കരിച്ചു, ഫൈൻ അബ, ഇനി ഭർത്താവ് എഴുന്നേൽക്കാൻ വിസമ്മതിച്ചാൽ ലഹത്ത് ഫി വജ്ഹിഹി അൽമാ, മുഖത്ത് വെള്ളം കൊടുഞ്ഞ് എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിച്ചു. അപ്പൊ ഈ പരലോക കാര്യത്തിൽ പരസ്പരം സഹായിക്കുന്ന ഇണകൾ എന്ന് പറഞ്ഞല്ലോ, ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് റസൂൽ എന്ന് പറഞ്ഞതാണ് പരലോക കാര്യത്തിൽ പരസ്പരം സഹായിക്കുന്ന ഇണകൾ ആർക്കുണ്ടോ അവർ വിജയിച്ചിരിക്കുന്നു. അപ്പൊ ഈ നിലക്ക് ഭർത്താവിനെ ഉണർത്തുന്നത് ഏറ്റവും നല്ലതാണ്. അള്ളാഹു പ്രത്യേകമായി കാരുണ്യത്തിന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ പിന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ടും നിസ്കരിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവില്ല. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഒരു വസിയത്ത് എന്നുള്ള നിലക്ക് പറയാണ്, യാ അബ്ദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമ, അംർ ബിൻ ലാ തകുൻ ബി മിസ്ലി ഫുലാനിൻ കാന യഖൂമുൽ ലൈൽ ഫതറക ഖിയാമൽ ലൈൽ, രാത്രിയിൽ എഴുന്നേറ്റിട്ട് നിസ്കാരം ഒഴിവാക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ആവരുത്. നമ്മൾ രാത്രി എഴുന്നേറ്റു എന്നിട്ടും നിസ്കാരം ഒഴിവാക്കി, അങ്ങനെ നീ ആയിത്തീരരുത് എന്നാ. അത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. പിന്നെ അദ്ദേഹത്തോട് റസൂൽ പറഞ്ഞതായിട്ടാണ് ഹദീസ് ഉള്ളത്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു റസൂൽ പറയാണ്, രാത്രി എഴുന്നേറ്റ് എന്നിട്ടും നിസ്കരിച്ചില്ല, അക്കാലത്തിൽ നീ ആയിത്തീരരുത്. അപ്പൊ നമ്മള് പിന്നെ ഇപ്പൊ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ എന്തായി, ഉറങ്ങിക്കഴിഞ്ഞാല് സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു വരും. അപ്പൊ അത്തരം ആൾക്കാർക്ക് ഇശാക്ക് ശേഷം നിസ്കരിക്കാം. എന്നാല് രാത്രി എഴുന്നേറ്റു എന്നിട്ടും നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന അവസ്ഥ, ആ കൂട്ടത്തിൽ നീ ആയിത്തീരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രാത്രിയുടെ അവസാനത്തെ സമയത്തിന് പിന്നെ എല്ലാ മതങ്ങളിലും പ്രത്യേകത പറയുന്നുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളിലും പിന്നെ രാത്രിയുടെ അന്ത്യയാമത്തിന് പ്രത്യേകത പറയും. ഇപ്പൊ ഹിന്ദു മതത്തിൽ ആ സമയത്തിന് ബ്രഹ്മ മുഹൂർത്തം എന്നാ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇദ് ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ 1/3 അവശേഷിക്കുമ്പോ നിങ്ങളുടെ അനുഗ്രഹീതനായ അത്യുന്നതനായ റബ്ബ് സമാഉദ്ദുനിയയിലേക്ക് നുസൂൽ ഉണ്ടാകും റബ്ബിന്. യഖൂൽ, എന്നിട്ട് ആ റബ്ബ് പറയും, മൻ യദുഉനി, ആരെന്നോട് ദുആ ചെയ്യുന്നുവോ ഫഅസ്തജീബു ലഹു, ഞാൻ അവന് ഉത്തരം നൽകും. മൻ യസ്അലുനി ഫഉതിയഹു, ആരാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ അവന് നൽകും. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആരാണോ എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നത് അത് ഞാൻ പുറത്തു കൊടുക്കും എന്ന് പറയുന്നത്. അപ്പൊ ആ സമയം വളരെയധികം പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകത ഉള്ളതാണ്. നമുക്ക് ഒരു 3 റക്അത്തെങ്കിലും എഴുന്നേറ്റ് ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഹൈറാണ്. ഇനി അതിന് സാധ്യം അല്ലെങ്കിൽ ഇശാ നമസ്കാര ശേഷമെങ്കിലും ചുരുങ്ങിയത് 3 റക്അത്തിന് നിസ്കരിക്കാം. റക്അത്ത് വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത്, അത്രയും നല്ലതാണ്. 11 റക്അത്ത് വരെ നിസ്കരിക്കാവുന്നതാണ്. അപ്പോ പിന്നെ ഖിയാമുൽ ലൈലിന്റെ പ്രാധാന്യം ഈ വിവരിച്ച ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകും. ഖിയാമുൽ ലൈൽ കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റവാത്തിബ് സുന്നത്താണ്. റവാത്തിബ് സുന്നത്ത് നമുക്കൊക്കെ അറിയാവുന്നത്, നമ്മളൊക്കെ ചെയ്യുന്നതാണ്. ഫർള് നിസ്കാരത്തിന് മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾക്കാണ് റവാത്തിബ് സുന്നത്ത് എന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 10 റക്അത്താണ്. അത് പിന്നെ ബുഖാരി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഹഫിൽതു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനിയിൽ നിന്ന് ഞാൻ പഠിച്ചു 10 റക്അത്തിൻ, 10 റക്അത്ത്. റക്അത്തൈനി ഖബ്ല ളുഹർ, ളുഹറിന് മുമ്പ് 2 റക്അത്ത്, റക്അത്തൈനി ബഅദ, അതിന് ശേഷം 2 റക്അത്ത്. അതുപോലെ തന്നെ റക്അത്തൈനി ബഅദൽ മഗ്രിബി, മഗ്രിബിന് ശേഷം 2 റക്അത്ത് ഫി ബൈത്തിഹി, വീട്ടിൽ നിന്ന്. റക്അത്തൈനി ബഅദൽ ഇശാഇ ഫി ബൈത്തിഹി, അതുപോലെ തന്നെ ഇശാക്ക് ശേഷം 2 റക്അത്ത് വീട്ടിൽ നിന്ന്. അപ്പം വീട്ടിൽ പോകാൻ സാധിക്കാത്ത ആളുകളും പിന്നെ ഒക്കെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന തെറ്റൊന്നും ഇല്ല കേട്ടോ. അത് ഏറ്റവും ശ്രേഷ്ഠം പൊതുവെ സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കുന്നതാണ്. അപ്പൊ റക്അത്തൈനി ഖബ്ല സ്വലാത്തിൽ സുബഹി, അപ്പൊ സുബഹിന്റെ മുമ്പ് 2. അപ്പൊ സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 2, ശേഷം 2, അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2. ഈ 10 റക്അത്ത് ഏറ്റവും
പ്രധാനപ്പെട്ടത്. ഇതും നേരത്തെ പറഞ്ഞ രൂപത്തിൽ കഴിയുന്നത്ര പതിവാക്കാൻ ശ്രദ്ധിക്കുക. ഇനി എപ്പോഴെങ്കിലും ഒഴിവായി പോകുന്നതോ അല്ലെങ്കിൽ സമയം കിട്ടാതിരിക്കുമ്പോൾ നിസ്കരിക്കാതിരിക്കുന്നതൊന്നും കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല. കഴിയുന്നതും നമ്മൾ പതിവാക്കാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അതൊക്കെ റസൂലിന്റെ ഹദീസ് നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളോടൊരു കാര്യം കൽപ്പിക്കപ്പെട്ടാൽ നിങ്ങളെ കൊണ്ട് സാധിക്കും പ്രകാരം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് സാധിക്കും പ്രകാരം കഴിയുന്നതും പതിവാക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. മറ്റൊരു ഹദീസില്, പിന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസില്, മാമിൻ ആബിദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ 12 റക്അ, ഒരടിമയും അള്ളാന്റെ മുമ്പിൽ 12 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല, തത്തവ്വുഅൻ ഐച്ഛികമായിക്കൊണ്ട്, ഗൈറ ഫരീള ഫർളിന് പുറമെ ഐച്ഛികമായിക്കൊണ്ട് ഒരടിമയും 12 റക്അത്ത് പകലിൽ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷവും നിസ്കരിച്ചിട്ടില്ല, ഇല്ലാ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു നിർമ്മിച്ചു കൊടുത്തിട്ടല്ലാതെ എന്ന്. അപ്പൊ അവിടെ ആ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. 12 റക്അത്താണ് പറയുന്നത്. അത് കാന യുസല്ലി ഖബല ളുഹ്രി 4, ളുഹറിന് മുമ്പ് 4 റക്അത്ത്. നേരത്തെ നമ്മൾ പറഞ്ഞ ളുഹറിന് മുമ്പ് 2 അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ബുഖാരി റിപ്പോർട്ട് ചെയ്താണ്. ഇത് ളുഹറിന് മുമ്പ് 4, അവ 12 റക്അത്ത്. അതാണ് പണ്ഡിതന്മാരൊക്കെ റവാത്തിബ് സുന്നത്തിൽ എണ്ണിയിട്ടുള്ളത് ഈ 12 റക്അത്താണ്. എന്നാൽ പിന്നെ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തിനെ കുറിച്ച് പ്രത്യേകം ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റക്അത്ത അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്തിനെ കുറിച്ച് റസൂലുള്ള, നിങ്ങൾക്ക് ദുനിയാവിലും അതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഉത്തമം എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച്. യാത്രയിൽ പോലും റസൂലുള്ള ഒഴിവാക്കാത്ത നിസ്കാരമാണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം എന്ന ഹദീസുകളിൽ കാണാം. ബാക്കിയുള്ള റവാത്തിബൊക്കെ യാത്രയിൽ നിസ്കരിക്കാറില്ല. യാത്രയിൽ റക്അത്ത് ഫർള് നിസ്കാരം തന്നെ 4 2 നിസ്കരിക്കുന്നത്. അപ്പൊ റവാത്തിബ് സുന്നത്തില്ല. എന്നാൽ യാത്രയിൽ പോലും റസൂലുള്ള സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു. അപ്പൊ ആയിഷ ബീവിയിൽ നിന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദുനിയാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഉത്തമമാണ് ആ 2 റക്അത്ത് നമസ്കാരം എന്ന്. പിന്നെ റവാത്തിബിൽ എണ്ണാത്ത നിസ്കാരമുണ്ട്. അതൊക്കെ നമുക്ക് സമയവും സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്താണ്, അസറിന് മുമ്പ് 4 റക്അത്ത് റസൂലുള്ളാഹി നിസ്കരിച്ചിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഖബല അൽ അശ്രി 4 റക്അത്ത്, അസറിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു. അപ്പൊ അത് റവാത്തിബ് സുന്നത്ത് പെടാത്തതാണ്. നമ്മളൊക്കെ എപ്പോഴെങ്കിലും പള്ളിയിൽ എത്തിപ്പെടുക, നേരത്തെ സമയം കിട്ടുകയൊക്കെ ചെയ്യാൻ നമുക്ക് നിസ്കരിക്കാവുന്നതാണല്ലോ. അതുപോലെ തന്നെ മഗ്രിബിന് മുമ്പ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത സ്വല്ലു ഖബലൽ മഗ്രിബി 3 പ്രാവശ്യം പറഞ്ഞു റസൂലുള്ള, സ്വല്ലു ഖബലൽ മഗ്രിബി എന്ന്. സ്വല്ലു ഖബലൽ മഗ്രിബി, നിങ്ങൾ മഗ്രിബിന് മുമ്പ് നിസ്കരിക്കുക. എന്നിട്ട് 3ാമത്തെ പ്രാവശ്യം റസൂലുള്ള പറഞ്ഞു, വഫി സാലിസത്തി ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവർ ചെയ്താൽ മതി. കറാഹിയത്തായി യത്തഹിദന്നാസു സുന്നത്ത്, ജനങ്ങൾ അതൊരു പതിവായ സുന്നത്തായി സ്വീകരിക്കുന്നതിൽ നിൽക്കാതിരിക്കാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞു, ഉദ്ദേശിക്കുന്നവർ ചെയ്താൽ മതി. അപ്പം മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ട് ഇഖാമത്തിന് മുമ്പേ പതിവായിട്ടല്ലാതെ നിലക്ക് 2 റക്അത്ത് സുന്നത്ത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അതും നമുക്ക് സൗകര്യപ്പെടുന്നവർക്കൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ പിന്നെ വുളു ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. പിന്നെ ഹദീസിൽ കാണാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവല്ലഅ നഹ്വ വുളുഇ ഹാദാ, ഞാൻ ഈ വുളു എടുക്കുന്ന പോലെ ആരെങ്കിലും വുളു ചെയ്തു, സുമ്മ ഖാമ ഫറക്കാ റക്അത്തൈനി, എന്നിട്ട് അവൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ മുമ്പ് ചെയ്തു പോയ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുന്നതാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ വുളു ചെയ്താലും നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാം. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, പിന്നെ റബീഅത്തു ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറഞ്ഞു, ഫഅവിന്നി അലാ കസറത്തി സുജൂദ് എന്നല്ലേ, എന്നെ സുജൂദ് കൊണ്ട് നീ സഹായിക്കാം. ഇവിടെ റസൂലുള്ള പഠിപ്പിച്ച സുന്നത്ത് എന്നെ ഇഷ്ടം പോലെ ആയിപ്പോ. അപ്പൊ നമ്മള് പള്ളിയിലേക്ക് അങ്ങോട്ട് കയറി ചെന്ന് ളുഹർ നിസ്കരിക്കാൻ ഒരുപാട് സമയം ഉണ്ട് വിചാരിക്കാം. അപ്പൊ നമുക്ക് ആദ്യം തഹിയ്യത്ത് നിസ്കാരം, ളുഹുവിന്റെ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണമെങ്കിൽ തഹിയ്യത്ത് നിസ്കരിക്കാം. അത് തന്നെ ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് 8 റക്അത്ത് വരെ നമുക്ക് നിസ്കരിക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ അസറിന് മുമ്പേ 4 റക്അത്ത് നിസ്കരിക്കാം. ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ ഹദീസിൽ സ്ഥിരപ്പെട്ടത് തന്നെ ഉണ്ട്. പിന്നെ തഹിയ്യത്ത് നിസ്കാരം നമുക്കൊക്കെ അറിയാവുന്നതാണ്. തഹിയ്യത്ത് നിസ്കാരത്തെ കുറിച്ച്, ഇദാ ദഖല അഹദുക്കും അൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റക്അത്തൈനി, നിങ്ങൾ ആരെങ്കിലും പള്ളി പ്രവേശിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് റസൂലുള്ള പറയാം. ആ പള്ളിയോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടിയാണ്.
ഓരോ വസ്തുവിനെയും നമ്മൾ ആദരിക്കാൻ വേണ്ടി റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനെ എങ്ങനെ ആദരിക്കണം, മഹാന്മാരെ എങ്ങനെ ആദരിക്കണം, പള്ളി എങ്ങനെ ആദരിക്കണം, കഅബയെ എങ്ങനെ ആദരിക്കണം, ഇതൊക്കെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പള്ളിയെ ആദരിക്കേണ്ടത് പള്ളിയോട് ദുആ ചെയ്തോ പള്ളിക്ക് ആരാധന നടത്തിക്കൊണ്ടോ അല്ല, പള്ളിയിൽ പോയിട്ട് റബ്ബിന് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടാണ്. അപ്പം തഹിയ്യത്ത് നിസ്കരിക്കുക. അത് ജുമാ റസൂൽ ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് കയറി വരുന്ന ആളോട് പോലും ഈ നിസ്കരിക്കാതെ അവിടെ ഇരുന്നപ്പോൾ എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് നിർബന്ധം എന്നുള്ളതല്ല. അങ്ങനെ പള്ളിയിൽ കയറിയാൽ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പേ സമയം ഉണ്ടെങ്കിൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാവുന്നതാണ്. പിന്നെ തഹിയ്യത്തിനും റവാത്തിബിനും കൂടി അങ്ങനെ സമയമില്ലെങ്കിൽ നമ്മൾ റവാത്തിബ് നിസ്കരിച്ചാൽ മതി. ചില പണ്ഡിതന്മാരെ രണ്ടും ഒരേ നിയ്യത്ത് നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ അങ്ങനെ വ്യക്തമായിട്ട് നിങ്ങൾ രണ്ടും ഒരേ നിയ്യത്ത് നിസ്കരിച്ചോളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ടും ഒരേ നിയ്യത്തിൽ നിങ്ങൾക്ക് നിസ്കരിക്കാവുന്നതാണെന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് സ്വലാത്തുൽ ളുഹ. റവാത്തിബും തഹിയ്യത്തും കഴിഞ്ഞാൽ പിന്നെ വുളൂന്റെ സുന്നത്ത്, അതായത് സ്വലാത്തുൽ ളുഹ. ഈ സ്വലാത്തുൽ ളുഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായിട്ട് നിസ്കരിച്ചതായിട്ട് ഹദീസിൽ വന്നിട്ടില്ല. എങ്കിൽ പോലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔസാനി ഖലീലി, എന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി എന്നോട് വസിയത്ത് ചെയ്തു ബി സലാസിൻ, 3 കാര്യങ്ങൾ, ലാ അദഉഹുന്ന ഹത്താ അമൂത, അത് മരിക്കുന്നവരെ ഞാൻ ഒഴിവാക്കൂല. സിയാമു സലാസത്തി അയ്യാമി മിൻ കുല്ലി ശഹ്രിൻ, എല്ലാ മാസത്തിലെയും 3 ദിവസത്തെ നോമ്പ്, അയ്യാമുൽ ബീദ്, എല്ലാ അറബി മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾക്കാണ് അയ്യാമുൽ ബീദ് എന്ന് പറയുന്നത്. ആ അയ്യാമുൽ ബീദിലെ സുന്നത്ത് നിസ്കാരം, സുന്നത്ത് നോമ്പ് ഞാൻ ഒഴിവാക്കാറില്ല. അതുപോലെ തന്നെ ലുഹാ നിസ്കാരം. ഈ ലുഹാ നിസ്കാരത്തിന് 3 പേരുണ്ട്. അത് നേരത്തെ നമ്മൾ ഖിയാമുൽ ലൈലിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ്. ഖിയാമുൽ ലൈലിനെ കുറിച്ച് നമ്മൾ ഖിയാമുൽ ലൈല്, വിത്ർ, തഹജ്ജുദ്, പിന്നെ റമദാനിൽ തറാവീഹ്, 4 പേര് പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ ഈ ലുഹാ നിസ്കാരം നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടി സൂര്യൻ ഉദിച്ചിട്ട് ഒരു കുന്തത്തോളം ഖദറ റുംഹി എന്ന ഹദീസിൽ വന്നത്, ഒരു കുന്തത്തിന്റെ അത്ര ഉയരം, ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ്, സൂര്യൻ ഉദയത്തിന്റെ ടൈം കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. അത് അപ്പം ഉദയ സമയത്തുള്ള നിസ്കാരം ആയതുകൊണ്ട് ഷുറൂഖ് എന്ന് പറഞ്ഞു. ലുഹാ നിസ്കാരം തന്നെയാണത്, മറ്റൊരു നിസ്കാരമല്ല. ലുഹാ നിസ്കാരം അത് ആ സമയത്ത് നിസ്കരിക്കാം. ഇനി വെയിൽ ചൂടായിട്ട് ആണ് നിസ്കരിക്കുന്നതെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം വെയിൽ ചൂടായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് കാണാൻ സാധിക്കുന്നു ഹദീസിൽ. അങ്ങനെ ഇളം ഉച്ച സമയത്ത് നിസ്കരിക്കുന്നു ലുഹാ നിസ്കാരം എന്ന് പേര് വന്നു. ഹദീസിൽ അതിന് സ്വലാത്തുൽ അവ്വാബീൻ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരുടെ നിസ്കാരം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഈ 3 കാര്യങ്ങൾ, ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, 3 കാര്യങ്ങൾ റസൂലുള്ളാഹി എന്നോട് ഉപദേശിച്ചു, അത് ഞാൻ മരണം വരെ ഒഴിവാക്കുകയില്ല. ഒന്ന്, എല്ലാ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിൽ, അറബി മാസത്തിലെ ആ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക. 2, ലുഹാ നമസ്കാരം. 3, വഅൻ ഊത്തിറ ഖബല നൗം, ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ വിത്ര നിസ്കരിക്കുമെന്നത്. ഇങ്ങനെ ലുഹാ നിസ്കാരം എന്നത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ നമുക്കറിയാം സ്വലാത്തുൽ ഇസ്തിഖാറ എന്നൊക്കെ നിസ്കാരമുണ്ട്. സ്വലാത്തുൽ ഇസ്തിഖാറ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാല് അള്ളാഹുവിനോട് ഖൈറിനെ തേടിക്കൊണ്ടുള്ള നിസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിഖാറ. നമുക്ക് ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പേ, നമുക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് നിസ്കരിക്കാം. വേറെ ഏത് കാര്യം, ഒരു വിവാഹത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചാൽ നമുക്ക് നിസ്കരിക്കാം. ഇങ്ങനെ ഏത് കാര്യം, നല്ല കാര്യം തീരുമാനിച്ചാലും അത് നമുക്കറിയാം. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, അല്ലാഹുമ്മ ഇന്നി അസ്തഖിറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അലീം അല്ലാഹുമ്മ അൻത തഅലമു വലാ അഅലമു വഅൻത തഖ്ദിറു വലാ അഖ്ദിറു ഇന്നക അൻത അല്ലാമുൽ ഖുയൂബ് എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന. അപ്പൊ ആ പ്രാർത്ഥന അള്ളാഹുവിനോട്, ഇപ്പൊ നമ്മൾ ഏതൊരു കാര്യം, ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഒന്നുകിൽ വൈഫിനോട്, അല്ലെങ്കിൽ വാപ്പാനോട്, ഉമ്മാനോട്, ഇങ്ങനെ കാര്യം, അല്ലെങ്കിൽ നമ്മളെ അടുത്ത സുഹൃത്തുക്കളോട് ഇവരൊക്കെ കൂടി ആലോചിക്കൂലേ. അവരോടൊക്കെ കൂടി ആലോചിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാരാണ്? റബ്ബിനോട് പറയാം.
അപ്പൊ റബ്ബിനോട് ഹൈറിനെ തേടുക. അള്ളാഹുവെ ഇങ്ങനെ ഒരു ചെറിയ കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ നിന്നോട് ഹൈറിനെ തേടുന്നു, അത് നല്ലതാണെങ്കിൽ എനിക്ക് സാധിപ്പിച്ചു തരണം, അതിൽ നീ എനിക്ക് ബർക്കത്ത് നൽകണം, ഇനി അത് എനിക്ക് ദോഷകരമാണെങ്കിൽ നീ അതിൽ തന്നെ തട്ടി മാറ്റണം, അതിനേക്കാൾ ഹൈറായത് എനിക്ക് നൽകണം എന്നൊക്കെ റബ്ബിനോട് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇസ്തിഖാറത്ത് ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ സ്വലാത്തുൽ ഇസ്തിഖാറത്ത് നിസ്കരിക്കുക. അപ്പൊ ഇത്രയും ആണ് പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ. പിന്നെ നമുക്കറിയാം സ്വലാത്തുൽ ഈദൈനി സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ടതാണ്, സ്വലാത്തുൽ കുസൂഫ് സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ടതാണ്, സ്വലാത്തുൽ ഇസ്തിസ്ഖാ മഴയെ തേടിക്കൊണ്ടുള്ള നിസ്കാരം സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ അതും പ്രത്യേകം വിശദീകരിക്കേണ്ട, നമ്മളൊക്കെ ചെയ്യുന്നതാണ് ഓരോ സാഹചര്യത്തിലും സന്ദർഭത്തിലും. അപ്പൊ ഇങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഇന്നക്കലം തസ്ജുദലില്ലാഹി സജദത്തൻ, നീ റബ്ബിന്റെ മുമ്പിൽ ഒരു സുജൂദും ചെയ്തിട്ടില്ല, ഇല്ലാ റഫഅക്കല്ലാഹു ബിഹാ ദറജ, അള്ളാഹു അത് മുഖേന നിന്റെ ഒരു പദവി ഉയർത്തിയിട്ടല്ലാതെ. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അത്യുന്നതമായ പദവി ഉയർത്തപ്പെടുകയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പിന്നെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലിന്റെ റഫീഖായിക്കൊണ്ട് സഹവാസിയായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കും സാധിക്കാം. ആ നിലക്ക് കഴിയുന്നത്ര സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കാം.